നൂറുൽ ഫാത്തിമ ഇല്ലേ? ആ സിസ്റ്റർ എനിക്ക് വിളിക്കാം. ആ അമ്മയും കുഞ്ഞും പുസ്തകം കൂടി എടുത്തിട്ട് വരാൻ പറയും കേട്ടോ. ആ ഇരിക്ക്. എന്താ നൂറ് സുഖല്ലേ? സുഖമാണ്. ഇതില് ടി ഒന്നും എടുത്തിട്ട് കാണാനില്ലല്ലോ, എടുത്തില്ലേ? ഞാൻ കുത്തിവയ്പ്പ് എടുക്കുന്നില്ല. അത് എനിക്ക് കുത്തിവയ്പ്പ് എടുക്കാൻ താല്പര്യമില്ല. അപ്പൊ നിങ്ങൾ ഇതുവരെയായിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല? ഇല്ല. ഗർഭിണിയാവുമ്പോ അയണും കാൽസ്യം ഗുളിക കഴിക്കണം, അതുപോലെ തന്നെ ടി 2 ഡോസ് എടുക്കും വേണം. അപ്പൊ ഹോസ്പിറ്റലൊന്നും കാണിക്കുന്നില്ല? ഇവിടെ വീട്ടിലാർക്കും ഹോസ്പിറ്റൽ കാണുന്നതിനോട് താല്പര്യമില്ല. അപ്പൊ നിങ്ങൾ പ്രസവം എവിടെ വെച്ചിട്ട് നടത്തും? ഇതിനു മുമ്പ് 2 വട്ടം ഡെലിവറി ഒക്കെ എടുത്തിട്ടുള്ള ആളാ. പിന്നെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ട് ഇത്ര. അപ്പൊ എന്താ പഠിച്ചത്? ഡോക്ടറിനോ നഴ്സിനോ ആണോ പഠിച്ചത്? ഞാൻ ഡോക്ടറിനും നഴ്സിനൊന്നും പഠിച്ചതല്ല, പക്ഷെ എനിക്കിതിനെ പറ്റി അറിയാം. നൂറ്, നീ അയണും കാൽസ്യം ഗുളിക ഇത്രയും നാളായിട്ട് കഴിക്കുന്നില്ലല്ലോ? അതിനുള്ള പോഷകാഹാരങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അവർക്ക്. അത് മാത്രം പോരാ, ഈ മരുന്ന് നിർബന്ധമായി കഴിക്കേണ്ടതാണ്. നൂറ്, നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങള്. നീ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ കാൽസ്യം അയണും ഗുളിക കഴിക്കുന്നില്ല, ടി ഡി ഒന്നും എടുക്കുന്നില്ല, ഹോസ്പിറ്റലൊന്നും കാണിക്കുന്നില്ല എന്നൊക്കെ. നിനക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ് അറിയാത്തത് കൊണ്ടാണ് കേട്ടാ. നീ വരുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ എന്തായാലും വീട്ടിൽ വെച്ചിട്ട് പ്രസവം നടത്താന്നുള്ള തീരുമാനിച്ചിരിക്കുന്നത്. പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായാൽ എന്താ ചെയ്യാ? പ്രസവ സമയത്ത് കുട്ടിയുടെ കയ്യാണ് ആദ്യം വരുന്നത്, അല്ലെങ്കിൽ കാലാണ് ആദ്യം കാണുന്നത് വെച്ചെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? അതേപോലെ ഇപ്പോൾ പ്രസവം നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഗർഭിണിക്ക് നൂറിനൊരു ഫിക്സ് വന്നു, ആ സമയത്ത് നിങ്ങൾക്ക് അതൊരു മാനേജ് ചെയ്യുക. ഫിക്സ് വന്നതിന് വെച്ചാൽ മാനേജ് ചെയ്യാനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് ഇല്ലല്ലോ. അതേപോലെ നിങ്ങൾ എന്താ പറയുക, അപ്പോൾ വീട്ടിലാണ് പ്രസവം എടുക്കണമെന്ന് പറഞ്ഞില്ലേ, കോഡ് കട്ട് ചെയ്യുക, പൊക്കിൽ കോഡ് ഇങ്ങനെ കട്ട് ചെയ്യുക, സാധാ ബ്ലേഡ് വെച്ചിട്ടാണോ കട്ട് ചെയ്യുന്നത്? അത് അണുവിമുക്തമാക്കിയതാണോ? ഇതിന് സിസ്റ്ററിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നൂറ്, ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചത് ഇവർക്കൊന്നും മറുപടി ഇല്ല. ഇത്ര എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ അപ്പോൾ നീ ഇവരുടെ കയ്യിൽ സുരക്ഷിതമാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നിനക്ക് ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ താല്പര്യമാണ്, നിന്റെ ഹസ്ബൻഡിനും താല്പര്യം അവിടെ തന്നെയാണ്. പിന്നെ വീട്ടുകാരുടെ കാര്യം നോക്കിയിട്ട് ഇരിക്കണ്ട, നിനക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് പ്രസവം നടത്തുക, അതാണ് നിനക്ക് നിന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് നല്ലത്. നൂറ്, ഇനി നിന്റെ അഭിപ്രായമാണ്. നിനക്കും ഹസ്ബൻഡിനും ഹോസ്പിറ്റലിലാണ് പ്രസവിക്കാൻ താല്പര്യം വെച്ചെങ്കിൽ നിനക്ക് ഇപ്പം എൻ്റെ കൂടെ വരാം, എന്നിട്ട് നമുക്ക് പരിശോധനയൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരാം. ഇത്രയും കേട്ടതിൽ എനിക്ക് തോന്നുന്നു വീട്ടിൽ പ്രസവിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും സിസ്റ്ററിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാം ചെക്കപ്പ്. ഞാൻ എൻ്റെ കുഞ്ഞും ഇത്ര കൈ സുരക്ഷിതമല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ സിസ്റ്ററിൻ്റെ കൂടെ പോയി ചെക്കപ്പ് ചെയ്തിട്ട് വരാം.